ഹലോ ഫ്ലൈവേഴ്സ്, ഇന്നൊരു ബ്രൈറ്റ് സണ്ണി ഡേ ആണ്. ഞാനുള്ളപ്പോൾ എൻ്റെ സ്വന്തം നാടായ കോഴിക്കോടാണ്. എൻ്റെ കൂടെയുള്ള നമ്മുടെ റീസെൻറ്റ് ഷോർട്ട് ലോങ് ടേമർ എന്താണെന്ന് തോന്നുന്നുണ്ടോ അല്ലേ? സാധാരണ ഇങ്ങനത്തെ ലക്ഷറി കാർസിൽ ഷോർട്ട് ഡേയ്സിന് വരാം, 2-3 ദിവസത്തേക്ക് വരാറില്ല. മുമ്പെല്ലാം ലോങ് ടേമറായിട്ട് വന്നിരുന്നു, ഇപ്പം അങ്ങനെ വരാറില്ല. ഇപ്പം നമ്മുടെ അടുത്ത് പക്ഷേ ഇതൊരു ആഴ്ചൻ്റെ മേലെ ആയതുകൊണ്ടാണ് ഞാൻ ലോങ് ടേമർ എന്നുള്ള കൂടെ ആഡ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഇതേതാ വണ്ടി നിങ്ങൾക്കറിയാലോ, മെർസിഡീസ് AMGയുടെ GLC 43 കൂപ്പേ ഫോർമാറ്റിക് ടർബോ ഇലക്ട്രിഫൈഡ്, ഇങ്ങനെ വലിച്ചു നീട്ടേണ്ട ഒരു മോഡലാണ്. കൂപ്പേ ഫോമിലുള്ള GLCയുടെ AMG മോഡലാണ് ഇന്ന് ഇന്ത്യയിൽ വന്നിരിക്കുന്നതിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്പോർട്സ് വെഹിക്കിൾ എന്ന് പറയാം. സ്പോർട്സ് കാർ ഞാൻ പറയാതിരിക്കാൻ കാരണം ഒരു SUV ഫോർമാറ്റ് ആയതുകൊണ്ടാണ്. പക്ഷേ ഒരു സ്പോർട്സ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ക്യാരക്ടർ. അതാണ് നമ്മളിന്നിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. സോ ഓൾ മൈ ഫ്ലൈവേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. മെർസിഡീസ് ബെൻസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു SUV എന്ന് പറയുന്നത് അവരുടെ ഫ്ലാഗ്ഷിപ്പ് SUV ആയിട്ടുള്ള G-Wagon തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നോമിനിക്ലേച്ചറിലെല്ലാം G മുന്നിലുള്ള G ആണ് അവരുടെ SUVയുടെ ദ ഫോർ ഫാദർ എന്ന് പറയുന്നത്. G-Wagon വന്ന് കുറേ വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് ML വരുന്നത്. 90s-ലാണ്, 98 കൂടിയിട്ടാണ് ML മാർക്കറ്റിൽ ഫ്ലറിഷ് ആകുന്നത്. അതിൻ്റെ ശേഷം GL വന്നു. അതിൻ്റെ ശേഷം കൊണ്ടുവന്നിരുന്ന മോഡലാണ് GLK. ഇത് ML-ന് താഴെ നിന്നിരുന്ന മോഡലാണ്. അത് പോപ്പുലർ ആയിരുന്നു വെച്ചാൽ കുറേ മാർക്കറ്റിൽ പോപ്പുലർ ആയിരുന്നു, എന്നാൽ ഗ്ലോബലി പോപ്പുലർ ആയിരുന്നില്ല. അതിനൊരു കാരണം അതിന് റൈറ്റ് ആൻഡ് ഡ്രൈവ് മോഡൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അത് പല മാർക്കറ്റിൽ എത്തിയിരുന്നില്ല. പക്ഷേ ഉള്ള മാർക്കറ്റിൽ അത്യാവശ്യം ആക്സെപ്റ്റൻസും ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ടൈപ്പ് ഒരു ഡിസൈൻ ആയിരുന്നു, കുറച്ച് ബോക്സ് സൈഡിൽ ഡിസൈനല്ലായിരുന്നു. പക്ഷേ അതിന് ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു, കുറേ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അന്നെല്ലാം ഒരു റൗണ്ട് ഷേപ്പായിട്ടുള്ള SUV ആയി വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. എനിക്കിഷ്ടമായിരുന്നു പേഴ്സണലി, കാരണം അതൊരു G-Wagon എലമെൻറ്റ് കൊണ്ടുവന്ന പോലെ എനിക്ക് തോന്നുന്നു. പക്ഷേ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ വന്നതായിരുന്നു GLC വന്നപ്പോഴേക്ക് മോണോക്കോക്കായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൻഡ് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ GLC അത്യാവശ്യം പോപ്പുലറായി വന്നു. GLC എന്ന് പറയുമ്പോൾ നമുക്ക് പേര് കേൾക്കുന്ന പോലെ തന്നെ G എന്ന് പറഞ്ഞാൽ അവരുടെ SUV GL എന്നാണ് SUV-നെ മൊത്തം ഒരു റേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ GLS എന്ന് പറഞ്ഞാൽ S ക്ലാസ് ഓഫ് SUV, GLE E ക്ലാസ് ഓഫ് SUV, SH GLC എന്ന് പറഞ്ഞാൽ C ക്ലാസ് ഓഫ് SUV. അപ്പോൾ C ക്ലാസ്സിന് കുറേ എലമെൻറ്റ് ചേർത്തിട്ടായിരുന്നു GLC വന്നിരുന്നത്. സെക്കൻഡ് ജനറേഷൻ GLC ഇപ്പോൾ ഉണ്ട്. ഈ GLC തന്നെ 2 ബോഡി ഫോം വന്നിരുന്നു, ഒന്ന് നോർമൽ SUV, ഒന്ന് കൂപ്പേ SUV. അതിൽ കൂപ്പേ SUV-യുടെ സെക്കൻഡ് ജനറേഷൻ വന്നിരിക്കുന്ന AMG മോഡലാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് GLC 43. ബേസിക്കലി കഴിഞ്ഞ ജനറേഷനിൽ GLC 400D എന്ന് പറഞ്ഞ ഡീസൽ മോഡലുണ്ടായിരുന്നു. ഇപ്പം പക്ഷേ നമുക്കറിയാം ഇന്ത്യയിലെ മാർക്കറ്റിലുള്ള ഒരു ചേഞ്ച്, അതുകൊണ്ട് തന്നെ പെട്രോൾ മോഡലും മതി. എന്നാൽ ഒരു കൂപ്പേ ആകുമ്പം ആളുകൾ സ്പോർട്ടി ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. നോർമൽ എഞ്ചിൻ കൊണ്ടുവന്നില്ല, AMG എഞ്ചിൻ മാത്രമാണ് കൊണ്ടുവന്നില്ല. പക്ഷേ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ AMG-യുടെ മുമ്പത്തെ പോലെയല്ല 6 സിലിണ്ടർ അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്, 4 സിലിണ്ടറാണ്. ബട്ട് ഡോണ്ട് ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ്. പെർഫോമൻസ് കാര്യങ്ങൾ നോക്കാം. അതിൻ്റെ മുമ്പ് ഡിസൈൻ. GLC പുതുതായിട്ട് വന്നതോടുകൂടി വന്നിരിക്കുന്ന ഒരു ചേഞ്ച് ഹെഡ്ലൈറ്റായിരുന്നു. ഹെഡ്ലൈറ്റിൽ വന്നിരിക്കുന്ന LED ലൈറ്റാണ്. 2 ഡോട്ട് നമുക്ക് കാണാം, DRL-ഉണ്ട്. അത് പക്ഷേ കണക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വന്നു. ഇതിപ്പോൾ AMG മോഡലുണ്ട്. AMG-യുടെ ഒരു ഇൻവേഴ്സ് ഗില്ലും വെർട്ടിക്കൽ സ്ലാക്ക് നമുക്ക് കാണാം. പവർ ഹമ്പായിട്ടുള്ള ബോണറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ബമ്പറിലേക്ക് വരുമ്പോഴും AMG എലമെൻറ്റ് കാണാം. വലിയൊരു എയർ വെൻറ്റ് ഡിസൈൻ ഉണ്ട്. ആക്ച്വലി ഇവിടെ എയർ ഫ്ലോ ഇല്ല, ഇവിടെ എയർ ഫ്ലോ ഉണ്ട്. ലിപ് സ്പോയിലർ കാണാം. ഇതൊരു അടിപൊളി മാഗ്നോ ബ്ലാക്ക് കളറാണ്. മാഗ്നോ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ മാറ്റ് ബ്ലാക്കാണ്. പേജർ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്, ഇവിടെ മെർസിഡീസ് ബെൻസിൻ്റെ ഒരു സ്റ്റാർ വന്നെങ്കിൽ മേലെ വന്നിരിക്കുന്നത് AMG-യുടെ അഫൽസബാക്ക് ലോഗോ ആണ്. അത് വലിയൊരു ചേഞ്ചാണ്. ഇപ്പം എല്ലാ AMG-യിലും അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലൊരു നല്ലൊരു പ്രോമിനൻറ്റ് ഫേസ് കിട്ടുന്നുണ്ട്. കുറച്ചുകൂടിയും ഒരു ബ്രോഡായി തോന്നിക്കുന്ന രീതിയിലുള്ള വീലാച്ചസ് കാണാം ഫ്രണ്ടിൽ നിന്ന് തന്നെ. ഈ ലിപ് സ്പോയിലറിൻ്റെ തന്നെ എൻഡിൽ നിന്ന് എയർ കട്ടിങ്സ് ഉണ്ട്, അതും തന്നെ നല്ല പവർഫുൾ ഫീൽ ലഭിക്കുന്നുണ്ട്. ശരിക്കും ഒരു AMG എലമെൻറ്റ് ഫ്രണ്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന രീതിയിലാണ് ഈ GLC 43 AMG വരുന്നിരിക്കുന്നത്. പലരും നമുക്കറിയാം നോർമൽ GLC-ലും അഫമാറ്റായിട്ട് ഈ ഒരു ഗ്രില്ലിടാറുണ്ട്. പക്ഷേ ആ ഗ്രില്ലിൽ മാത്രം ഒന്നും ആവാറില്ല. ഈ ബമ്പർ കൂടെ മാറുമ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത്. ആ ബമ്പറും കൂടെ മാറിയപ്പോൾ ശരിക്കും ഒരു പവർഫുൾ സ്പോട്ടി ഫീലാണ് GLC 43 കിട്ടും. സൈഡ് പ്രൊഫൈലാണ് കൂപ്പേ SUV-യുടെ ഏറ്റവും മാറ്റമുള്ളത്. നമുക്കറിയാം സെക്കൻഡ് ഹാഫിലാണ് ആ ചേഞ്ച്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തടിച്ചൊരു വീൽ ആർച്ച്, ഇത് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് ആ ഒരു മാറ്റ് ഫിനിഷ് വരുമ്പോഴേക്കും നല്ല അട്രാക്റ്റീവാണ്. ഈ ടർബോ ഇലക്ട്രിഫൈഡ് എന്നുള്ള ലോഗോ നമുക്ക് കാണാം. അതെന്താണെന്ന് വളരെ ക്രൂഷ്യലായിട്ടുള്ള കാര്യമാണ്. എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞുതരാം. ഇതിൽ വന്നിരിക്കുന്ന ഓപ്ഷനാണ് വന്നിരിക്കുന്നത് 21 ഇഞ്ചിൻ്റെ AMG അലോയ് ആണ്. 20 ഇഞ്ചാണ് സ്റ്റാൻഡേർഡ്.
ഇത് കാണാൻ അടിപൊളിയാണ്, ഭയങ്കര രസമുണ്ട്, പ്രത്യേകിച്ച് കറങ്ങുമ്പോഴുള്ള രസം ഭയങ്കരമാണ്. പക്ഷേ ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയാം 20 ഇഞ്ച് നമ്മുടെ നാട്ടിലേക്ക് മതി എന്നുള്ളതാണ്. 20 ഇഞ്ചിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി, ടയർ എൻ്റെ ഒരു സ്റ്റിഫ്നെസ് കുറയുന്നൊന്നും, പൊട്ടാനുള്ള ചാൻസ് കുറവെല്ലാം തന്നെ പ്രാക്ടിക്കൽ യൂസിന് 20 ഇഞ്ച് ആയിരിക്കും ബെറ്റർ. ഇത്ര വരുമ്പോൾ നോർമൽ GLC തന്നെയാണ്. ഇത് ക്രോം ഒന്നും മാറ്റി ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഡോർ അടക്കം എല്ലാം മാറി ഇവിടുന്ന് അങ്ങോട്ട് ടാപ്പർ ചെയ്ത് പോകുന്നൊരു റിയറാണ്. ഇത് കുറച്ച് ചാലഞ്ചിങ് ആണ് സ്വാഭാവികമായിട്ട്. കാരണം ഒരു SUV ഫോമാറ്റിൽ വന്നിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ആ റൂഫ് ഫോൾഡ് ചെയ്ത് വരുമ്പം ഒരു ഡിസൈൻ ബാലൻസ് കുറയും. ആ പ്രൊപ്പോർഷൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് സ്ലോപ്പ് ചെയ്തിട്ട് റിയർ എൻഡ് വരെ സ്ലോപ്പ് ചെയ്യുന്ന രീതിയിലാണ് ആ ലൈൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബൂട്ടിൻ്റെ പോർഷൻ വരുന്ന നോച്ച് ബാക്ക് സ്റ്റൈലിലാണ്. പിന്നെ ഡോറിൽ നിന്ന് കുറച്ച് ടാപ്പറായി വന്നിട്ടുണ്ട്, ഒരു ക്വാർട്ടർ ഗ്ലാസ് വന്നിട്ടുണ്ട്, നല്ല കേവ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ലൈൻ വന്നിട്ടുണ്ട്, അത് നമ്മൾ GLCയിലും കണ്ട സെക്കൻഡ് ലൈനാണ്. അത് ഇൻഫോർമേഷനായിട്ട് വന്നു, അതങ്ങോട്ട് കേവ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ റിയറിൽ വന്നിരിക്കുന്ന കുറച്ചുകൂടി ബ്രോഡർ ആയിട്ടുള്ള ടയറാണ്. ആ ഒരു ബ്രോഡ്നെസ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അതൊരു 4 വീൽ സ്റ്റിയറിംഗ് ഉണ്ട്, ചെറിയൊരു 3 ഡിഗ്രിയിൽ. അത് നമുക്ക് ഡ്രൈവിൽ എക്സ്പീരിയൻസ് ചെയ്യാം. 2 വീലേഴ്സ് മേലെ കൊടുത്തിരിക്കുന്ന ആ ഒരു എലമെൻസിലെല്ലാം തന്നെ ഒരു സ്പോട്ടി ക്യാരക്ടർ ഷാർപ്പായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. സ്റ്റെപ്പിൻ്റെ ആവശ്യം വരുന്നില്ല, അത്ര ഹൈറ്റില്ല. പക്ഷേ വീണ്ടും ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കാണെങ്കിൽ സ്റ്റെപ്പ് ഉപകാരപ്പെടും. അതിൽ പ്രാക്ടിക്കലായിട്ട് ഞാൻ കണ്ട റിയറിലേക്ക് കയറാൻ കുറച്ച് വീതി കൂടുതലുള്ള സ്റ്റെപ്പാണ്. അത് വളരെ പ്രാക്ടിക്കലായിട്ട് എലമെൻറ്റ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. സോ വെൽ തോട്ട്ഫുൾ ഡിസൈൻ എന്ന് വേണം ഇതിന് പറയാം. ഒരു ബ്രൈറ്റ് സണ്ണി ഡേ എന്ന് തുടക്കത്തിൽ പറഞ്ഞപ്പോൾ മാറ്റി ഹോട്ട് സണ്ണി ഡേ ആവേണ്ട ഒരു അവസ്ഥയിൽ അത്രയ്ക്ക് ഞാൻ വേർത്ത് നല്ല ഹ്യൂമിഡാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നല്ല രസമുള്ള സ്ഥലമാണെങ്കിലും ഇവിടെ നമുക്കറിയാം ആളുകൾ വന്ന് ഹാങ് ഔട്ടെല്ലാം ചെയ്യുന്നുണ്ട്. എങ്ങനെ വെൽ നോട്ട് മെയിൻറ്റെയിൻഡ് എന്നുള്ളത് കാണാം. ബട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണിത്. റിയർ ബാലൻസ് ചെയ്ത് വന്നു, നല്ലൊരു റിലീസ് സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും നല്ല ഡൗൺ ഫോഴ്സ് കിട്ടുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ഒരു എലമെൻ്റ് ഉള്ള ശരിക്കും ഡക്ടൈൽ ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ മുമ്പത്തേക്കാൾ ഡിഫറെൻ്റ് ആയിരുന്നു ടെയിൽ ലൈറ്റാണ്. അത് നമ്മൾ GLEയിൽ കണ്ട പോലെ, GLE കൂപ്പയിൽ കണ്ട പോലെ ടെയിൽ ലൈറ്റാണ്. അത് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, അത് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട്. പിന്നെ കൂപ്പേസിലുള്ള പോലെ തന്നെ ലോഗോ സെൻറ്ററിൽ വരുന്നതുകൊണ്ട് തന്നെ നമ്പർ പ്ലേറ്റ് ബമ്പറിലേക്ക് മാറി. ഈ നമ്പർ പ്ലേറ്റിൻ്റെ താഴെ നിൽക്കുന്ന എലമെൻറ്റ്സ് ആണ് ബമ്പർ അട്രാക്ഷൻ. കോഡ് എക്സോസ്റ്റ് ഉണ്ട്, അതായത് 4 എക്സോസ്റ്റ് 2 സൈഡിൽ ഓവൽ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഡിഫ്യൂസർ ഡിസൈൻ ഒരു ഡിഫ്യൂസർ എലമെൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് ഫോഴ്സബിൾ ആണെന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം നമുക്ക് ഡിഫ്യൂസറിൻ്റെ ഒരു എയർ കാണുന്നുണ്ട് കയറാൻ പറ്റുന്ന ആ ഫോഴ്സ് വരുന്നുണ്ടെങ്കിൽ ശരിക്കും അത് യൂസ്ഫുൾ ആണ്. പിന്നെ ഇവിടെ ഒരു പീസ് മിസ്സായതുണ്ട്, അത് നിങ്ങൾ ചിലപ്പോൾ നോട്ടീസ് ചെയ്യുന്നുണ്ടോ. അത് മീഡിയയിൽ പോകുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ആ പീസും കൂടെ കറക്റ്റായിട്ട് നിൽക്കുമ്പോഴുള്ള ഭംഗി വേറെ തന്നെയാണ്. ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം 545 ലിറ്ററിൻ്റെ വലിയ ബൂട്ട് സ്പേസ് ആണ്. ഇവിടെ ട്രേ വരുന്നുണ്ട്. ആ ട്രേ ശരിക്കും ഒരു എന്താ പറയുക, ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിലുള്ള. ഇവിടെ താഴെ നമുക്കൊരു സ്പേസ് സേവർ വീലുണ്ട്. സ്പേസ് സേവറേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വീല് കിട്ടും എന്നുള്ള സമാധാനിക്കാം. മറ്റേ ഇതിന് വീലിനുള്ള ഓപ്ഷൻ ഇല്ല, ഫുൾ സൈസ് വീല്. ഇതിൽ വന്നിരിക്കുന്നതെല്ലാം നമുക്കറിയാം വീതി കൂടെ ടയറാണ്. അപ്പോൾ സ്പേസ് സേവർ വീല് ഇന്ത്യയിൽ പ്രത്യേകിച്ച് 21 ഇഞ്ചിലെല്ലാം ശരിക്കും ഒരു സേവറിനായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇത്തരമുള്ളൊരു SUV, പ്രത്യേകിച്ച് കൂപ്പെ SUV ആണോ, നോർമൽ ഫുൾ സൈസ് SUV ആണോ, നിങ്ങളെ ഡിസൈനിൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കമൻറ്റ് പറയാം. നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇന്ത്യയിൽ ഈ മോഡലിൻ്റെ പേര് പറഞ്ഞ പോലെ തന്നെ GLC ആണ്. അപ്പോൾ C ക്ലാസ് ഓഫ് SUV എന്ന് പറയുമ്പോൾ C ക്ലാസിൻ്റെ കുറേ എലമെൻറ്റ് ഇൻറ്റീരിയറിലും നമുക്ക് കാണാം. ബേസിക്കലി C ക്ലാസ്സിനും അതേപോലെ പർച്ചനായിട്ടുള്ള ഇൻറ്റീരിയറാണ് ഇതിൽ, വിച്ച് ഇസ് ഗുഡ്. കാരണം ഈ ഒരു ഫ്ലോയി ഡിസൈൻ, മോഡേൺ ഡിസൈനാണ്. 2 സ്ക്രീനായിട്ട് നിൽക്കുന്നുണ്ട്, ഒരു വെർട്ടിക്കൽ സ്ക്രീന്, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഫുള്ളും വന്നിരിക്കുന്ന മെറ്റൽ വീവിങ് ആയിട്ടുള്ളൊരു ട്രിമ്മാണ്. ഇതൊരു AMG എലമെൻറ്റാണ്. ഇപ്പോൾ ഒരുപാട് വേറെ AMG എലമെൻറ്റ്സ് ഞാൻ കാണിച്ചിട്ട്. പിന്നെ വന്ന് സെക്കൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ്. പിന്നെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേയും വരുന്നുണ്ട്, അത് വളരെ ബ്രോഡായിട്ടുള്ള ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന 3 എയർ വെൻറ്റ് ഡിസൈൻ, സെൻറ്ററിൽ ഇവിടെ 2 എയർ വെൻറ്റ് ഉണ്ട്. അത് റൗണ്ടിൻ്റെ കുറച്ചൊരു ഫ്ലാറ്റ് ആക്കിയിട്ടുള്ള രീതിയിലാണ്. ഈ ഒരു എലമെൻറ്റിൽ വളരെ ഹൈ ക്വാളിറ്റി ഫീൽ ഉണ്ട്. പക്ഷേ ചില സ്ഥലത്ത് നമുക്ക് കുറച്ചൊരു പ്ലാസ്റ്റിക് ഫീൽ ഉണ്ട്. ഇവിടെ ഉള്ളൊരു തട്ടോക്കും ഒരു താഴേക്കുള്ളൊരു പ്ലാസ്റ്റിക് ഫീൽ ഉണ്ട്. പക്ഷേ AMG അതുകൊണ്ട് വന്നിട്ട് കുറേ എലമെൻറ്റ് ഉണ്ട്, അത് നമുക്ക് ശരിക്കും വ്യക്തമാകുന്നുണ്ട്. ബേസിക്കലി ഇൻറ്റീരിയർ നമ്മൾ GLC കണ്ട അതേ ഇൻറ്റീരിയറാണ്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അത് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മളെ പുതിയ GLCയുടെ എപ്പിസോഡ് നിന്ന് കണ്ടാൽ മതി. ഞാനിവിടെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. AMG എലമെൻ്റായി നിൽക്കുന്ന പ്രൈമറിലി നമുക്ക് ഫീൽ ചെയ്യുന്നതും ഫോക്കസ് ചെയ്യുന്നതെല്ലാം തന്നെ ഈ സ്റ്റിയറിംഗ് വീലാണ്. AMGൻ്റെ ഫ്ലാറ്റ് ബോട്ടമായിട്ട് 2 സൈഡിലും കാർബൺ ഫൈബർ വന്നിരിക്കുന്ന അൽക്കണ്ടറ ലെതറോട് കൂടി വന്നിരിക്കുന്ന ഈ ഒരു സ്റ്റിയറിംഗ് വീൽ. ഇതിൽ 3 മേജർ സ്പോക്കാണ്, എല്ലാം ട്വിൻ സ്പോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ ഇവിടെ നമുക്ക് ടച്ച് ഫങ്ഷൻസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊരു സെൻസിറ്റീവാണ്, അതൊരു ചെറിയൊരു കോൺട്രവേഴ്ഷ്യലാണ്. എല്ലാവർക്കും അത് ഈസി ടു യൂസ് അല്ല. പക്ഷേ ഈസി ടു യൂസ് ആയ 2 കാര്യം, ഇവിടെ 2 നോബുണ്ട്. അത്
നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനും ഓരോ കൺട്രോൾസും ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇൻഡിവിജ്വലി സെലക്ട് ചെയ്തിട്ട് എക്സോസ്റ്റ് നോട്ടോ അല്ലെങ്കിൽ സസ്പെൻഷനോ അതുപോലെ ഗിയർ ബോക്സ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അത് നമുക്ക് ഒരു ടാപ്പിൽ ചേഞ്ച് ചെയ്യാനും പറ്റും എന്നുള്ളൊരു എലമെൻ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ ഒരു അടിപൊളി സ്റ്റിയറിംഗ് വീലാണ്. ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ബോൾഡാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പോർട്ടി ക്യാരക്ടർ ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം സീറ്റാണ്. AMG സീറ്റ് തന്നെ വന്നിരിക്കുന്നത്. ഇരിക്കുന്ന ഭാഗത്തെല്ലാം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അൽക്കനറ ലെതറും ബാക്കിയുള്ള ഭാഗത്ത് നാപ്പ ലെതറും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ബ്ലാക്ക് കളറാണ്. അതിന് മാച്ച് ആവുന്ന തരത്തിൽ റെഡ് ഡബിൾ സ്റ്റിച്ച് എല്ലായിടത്തും കാണാം. ആ റെഡ് ആയിട്ട് തന്നെ നമുക്കിവിടെ സീറ്റ് ബെൽറ്റിലും കാണുന്നുണ്ട്. അതും അട്രാക്റ്റീവാണ്. വലിയൊരു പാനോറമിക് അല്ല, വലിയൊരു സൺറൂഫ് ഉണ്ട്. കാരണം ഇതൊരു കൂപ്പേ ആയതുകൊണ്ട് തന്നെ ബാക്കിൽ വരെ നിൽക്കില്ല. പക്ഷേ സൺറൂഫ് അത്യാവശ്യം വലുതായിട്ട് നിൽക്കുന്നുണ്ട്. അത് നമുക്കിവിടെ സ്വാപ്പ് ചെയ്തിട്ടെല്ലാം കൺട്രോൾ ചെയ്യും. ഇവിടെ നിൽക്കുന്ന റേസ് ചെയ്ത് നിൽക്കുന്ന സെൻട്രൽ കൺസോളിൽ ഒരു സ്പോട്ടി ക്യാരക്ടർ ഒപ്പം ലഭിക്കുന്ന കാര്യമാണ്. തുറന്നു കഴിഞ്ഞാൽ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ ചാർജിങ്ങിന് ഫോൺ വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 2 USB-C ചാർജറുണ്ട്. ഒരു ഡ്രോബാക്ക് റീസൺ ആയിട്ടുള്ള ചില മേർക്കിൽ കാണുന്നൊരു ക്വാളിറ്റി ഇഷ്യൂ ആണ്. ഇത് അവിടെ പോയി നിൽക്കുന്നില്ല. ഇതിങ്ങനെ പൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ലോക്ക് പെട്ടെന്ന് കേടാവുന്നുണ്ട്. ഇവിടെ സെൻട്രലിൽ ഒരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം ഡീപ്പാണ്. ഇവിടെ 2 USB-C ചാർജറും ഒരു എക്സ്ട്രാ ട്രേ എല്ലാം വരുന്നുണ്ട്. പിന്നെ ബർമസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. അതിൻ്റെ ഒരു ഗ്രില്ലെല്ലാം നമുക്ക് കാണാം. നല്ലൊരു അട്രാക്റ്റീവ് ഗ്രില്ലാണ്. ഈ ഒരു ഡോർ പാക്കറ്റിലും അത്യാവശ്യം വലിയൊരു സ്പേസ് ഉണ്ട്. വാട്ടർ ബോട്ടിലെല്ലാം വെക്കാവുന്ന സ്പേസ് ഉണ്ട്. ബാക്കി എല്ലായിടത്തും നമുക്കൊരു ക്വാളിറ്റി ഫീൽ എല്ലായിടത്തും ലഭിക്കുന്നുണ്ട്. ഒറ്റൊരു ഡ്രോബാക്കുള്ള ഇതിൽ സീറ്റ് കൂളിംഗ് ഇല്ല, ഹീറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഈ ചൂടത്തിന് ഹീറ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കൂളിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ബട്ട് അത് കോമ്പൻസേറ്റ് ആവുന്ന നല്ലൊരു AC സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇതിലുള്ള അഡ്വാൻറ്റേജ്. റിയർ സീറ്റ് പലർക്കും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആ റിയർ സീറ്റിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ റിയർ സീറ്റിൽ തന്നെ നോക്കാം. റെയിലൊക്കെ വരുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു കാര്യം കുറച്ചൊരു അപ്രൈറ്റ് ആയിട്ടുള്ള സീറ്റാണ്. അതായത് പ്രത്യേകിച്ച് ബാക്ക് റെസ്റ്റ് കുറച്ച് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അത് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ സീറ്റിൻ്റെ സപ്പോർട്ടെല്ലാം നല്ല നീറ്റായിട്ടുണ്ട്. ഹെഡ് റൂം ഞാൻ വിചാരിച്ചതിനേക്കാളുണ്ട്. ഇവിടെ ഒരു കേർവിനെസ് കൊടുത്തുകൊണ്ട് തന്നെ സ്ലോപ്പ് ചെയ്ത് വരുന്ന റൂഫാണെങ്കിലും സ്പേസ് ലഭിക്കുന്നുണ്ട്. തായ് സപ്പോർട്ട് ഒരു 2 അല്ലെങ്കിൽ ഒരു 1.5 ഫിംഗറിൻ്റെ ലെങ്ത്ത് എനിക്ക് കുറവുണ്ട്. അപ്പോൾ കൂടുതൽ ഹൈറ്റിലൊക്കെ ചിലപ്പോൾ കുറവായി തോന്നും. വലിയൊരു ട്രാൻസ്മിഷൻ ടണലുണ്ടോണ്ട് നടുവിൽ ആളിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. റിയറിൽ AC കൺട്രോൾ ഇല്ല. ബട്ട് 2 USB-C ചാർജറുണ്ട്. AC ഫ്ലോ ഈസ് ഓൾസോ ഗുഡ്. പിന്നെ പുറത്തേക്കുള്ള വ്യൂ നമ്മൾ കരുതും ഇത്രയും ചെറിയ വിൻഡോ കൊണ്ട് കട്ടാവുന്നില്ല. കയറാനും ബുദ്ധിമുട്ടില്ല. പക്ഷെ കയറുമ്പോൾ ഒരു ഡ്രോബാക്കുള്ള നേരത്തെ പറഞ്ഞ സ്റ്റെപ്പാണ്. സ്റ്റെപ്പിൽ ആ റിയറിലേക്ക് വന്നിരിക്കുന്ന ആ ബൾജ് നമ്മൾ നോർമൽ ഹൈറ്റുള്ളവർക്ക് കയറുമ്പോൾ എല്ലാം തന്നെ പാൻറ് തട്ടും. അങ്ങനെ തട്ടുമ്പോൾ നമ്മൾ ചളിയായി നിൽക്കുന്ന സമയത്ത് പാൻറിൽ അഴുക്കാവും. ഹൈറ്റ് കൂടുതവർക്ക് ചിലപ്പം പ്രശ്നം ഉണ്ടാവില്ല. കുട്ടികൾക്ക് കൺവീനിയൻ്റ് ചവിട്ടി കയറാൻ പറ്റും. നമുക്ക് ചവിട്ടാനുള്ള സ്ഥലമില്ല, എന്നാൽ കാല് തട്ടും ചെയ്യും. അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ബട്ട് അതർവൈസ് ഇറ്റ്സ് എ സോർട്ടഡ്. ഡ്രൈവിലേക്ക് പോകുന്ന മുമ്പ് നമുക്ക് പെർഫോമൻസ് ഫിഗേഴ്സ് നോക്കാം. ഇതിൽ വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 സിലിണ്ടർ എഞ്ചിനാണ്. ഇതിൻ്റെ ടർബോനൊരു പ്രത്യേകത ഉണ്ട്. ഇലക്ട്രിക് ടർബോ എന്ന് പറയുന്നത് അത് ഇനീഷ്യൽ തന്നെ അതിൻ്റെ പവർ ഇലക്ട്രിക്കിൽ കൊടുക്കും. സാധാരണ നമ്മൾ ടർബോ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു RPM എത്തുമ്പോൾ ടർബോ വർക്ക് ചെയ്യും. പക്ഷേ അത് ഇനീഷ്യലി തന്നെ കിട്ടാൻ ഇലക്ട്രിക്കലി ടർബോ വർക്ക് ചെയ്യിക്കും. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ ടർബോ ലാഗ് ഉണ്ടാവില്ല. ഇതിൽ വന്നിരിക്കുന്ന പവർ എന്ന് പറയുന്നത് 421 HP ആണ്. അതുപോലെ തന്നെ 500 ടോർക്ക് ഉണ്ട്. 14 kWh ബാറ്ററി സപ്പോർട്ട് ഉണ്ട്. അതിൽ തന്നെ 17 kW ആക്ച്വലി 14 HP കൂടുന്നുണ്ട്. പക്ഷേ നമുക്ക് മിസ്സാവുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ സോഫ്റ്റ് ലിമിറ്റർ ഉണ്ട്. എന്നാൽ ഇത് സ്പോർട്ട് പ്ലസ് മോഡലിലെ എക്സോസ്റ്റ് നോട്ടാണ്. പവർ ഉണ്ട്, പക്ഷേ എക്സോസ്റ്റ് പവർഫുൾ അല്ല. ഞാനിപ്പോൾ 43 വയസ്സിലുള്ള 43 വയസ്സും വാങ്ങണമെന്ന് കരുതിയ വണ്ടിയായിരുന്നു GLC 43. സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഏതായാലും ബെൻസ് 45, 53, 63 എല്ലാം ഇറക്കുന്നിടത്തുള്ള കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ലെറ്റ്സ് വെയിറ്റ് റൈറ്റ്. എന്നാലും നമുക്കിപ്പം GLC 43 വാങ്ങാനില്ലെങ്കിലും വാങ്ങാൻ പറ്റിയത് എങ്ങനെ ഉണ്ടാകുന്നോ. നമ്മളിപ്പോൾ GLC 43 ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന കുറച്ച് ഫീൽസ് ഉണ്ട്. ഒന്ന് ബേസിക്കലി ഒരു മെർസിഡസിൽ ഇപ്പം എല്ലാ വണ്ടിയിലും ഉണ്ടാകുന്ന കുറച്ചൊരു സയൻസ് ഫിക്ഷൻ ഫീൽ പറഞ്ഞ പോലെ ഈ ഒരു സ്ക്രീനിലെല്ലാം കിട്ടുമ്പോഴുള്ള ഒരു ഗ്രാഫിക് ക്വാളിറ്റിയും. അപ്പോൾ നമ്മൾ ഓരോ മോഡ് നമുക്ക് ആക്ച്വലി ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോമൺ ആണ് മെർസിഡസിൽ. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഈ ഒരു അഡാസ് പോലുള്ള ലെയിൻ കീപ്പിംഗ് എല്ലാം വെച്ചിട്ടുള്ള ഗ്രാഫിക്സ് വെക്കുകയാണെങ്കിൽ ഈ ഒരു GLC പോകാനുള്ള ഫീൽ സാധാരണ വീഡിയോ ഗെയിം എല്ലാം കളിക്കുമ്പോഴൊരു ഫീൽ ശരിക്കുണ്ട്. അതന്നെ ഹൈ ക്വാളിറ്റിയെല്ലാം കിട്ടുന്നത്. പിന്നെ ഭയങ്കര ഒരു ക്ലോസ്ഡ് ഫീലാണ്. ഈ എക്കണോമിക്സിൽ തന്നെ വളരെ ഒരു ഡ്രൈവർ സെൻട്രിക് ആയിട്ട് നിൽക്കുന്നത്. കുറച്ച് ഡ്രൈവർ സെൻട്രിക് ആയിട്ടുള്ള ഡാഷ്ബോർഡാണ്. പക്ഷേ ഒരു എന്താ പറയുക, അത് ഫീൽ ചെയ്യാറില്ല നേരിട്ട് കാണുമ്പോൾ. ഇവിടെ ഇരിക്കുമ്പോൾ ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള അഡപ്പ് ഡിസ്പ്ലേ അതാണ് നല്ല ക്ലിയർ ആയി നിൽക്കുന്നുണ്ട്. എനിവേ ഇതിൽ നമുക്ക് നോക്കേണ്ട AMG എലമെൻ്റ് ആണ്.
AMG എലമെന്റിൽ ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയൊരു ഫീൽ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ അത് ഓടിക്കുമ്പോഴുള്ള ഫീൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആൽക്കണ്ടാറ, പിന്നെ ആ ഒരു കാവിങ്, ശരിക്കും ഒരു സ്പോർട്സ് കാർ ഓടിക്കുന്ന ആ ഫീല് ഈ ഒരു സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ടോപ്പിലാണെങ്കിലും കാർബൺ ഫൈബർ ഉണ്ട്, അതിൻ്റെ നടുവിൽ നമുക്ക് സെൻറ്റർ കാണിക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. അതിപ്പോൾ ഈ ഒരു വണ്ടി ബ്ലാക്ക് കളറായതുകൊണ്ട് ബ്ലാക്കിൽ വന്നിട്ട് റെഡും യെല്ലോ എല്ലാം വെക്കുക. അപ്പോൾ നമുക്ക് വല്ല സ്പോട്ടി ഡ്രൈവെല്ലാം ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സ്റ്റിയറിംഗ് ഒരു സൈൻ കിട്ടും എന്നുള്ളതിനാണ് അത് ചെയ്യുന്നത്. അത് ബേസിക്കലി ഒരു സ്പോട്ടി എലമെൻ്റ് ആണ്. പക്ഷേ ഇതിൽ നമുക്ക് കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റിയറിംഗിൻ്റെ ഒരു ഫീലാണ്. ഫീല് നോട്ട് ജസ്റ്റ് ഓൺ ദ സ്റ്റിയറിംഗ് വീൽ, സ്റ്റിയറിംഗ് ആസ് എ സിസ്റ്റം. ലൈറ്റാണ്, കംഫർട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി മുനേറബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതിൽ തന്നെ നമ്മൾ ടേൺ ചെയ്യുമ്പോൾ തന്നെയുള്ള ഒരു ഫീഡ്ബാക്ക്, വളരെ കുറഞ്ഞ ടേണിംഗ് റേഡിയസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. പ്ലീസ്, നിങ്ങൾ ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പോൾ സ്കൂട്ടറിലോ കാറിലോ എന്തിലാണെങ്കിലും ഒരു റോഡിലേക്ക് എൻക്രോച്ച് ചെയ്യുമ്പോൾ ശരിക്കും രണ്ട് വശത്തും വണ്ടികൾ വരുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് കയറുക. ഇപ്പോൾ തൊട്ട് മുന്നേ വണ്ടീൻ്റെ മുന്നിൽ ഒരു സ്കൂട്ടർ, 2 ലേഡീസാണ്. ലേഡീസോട് ഒരു പ്രശ്നമില്ല, നല്ല ലേഡി ഡ്രൈവേഴ്സ് ഉണ്ടെന്ന് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്ത ആളാണ്. പക്ഷെ ഒറ്റ കെയറിലാണ് വീട്ടിൻ്റെ മുന്നിൽ നിന്നും റോഡിലേക്ക്. ആ മുന്നേ ബ്രേക്ക് ചെയ്ത് ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താ? എനിവേ, സേഫ്റ്റിക്ക് വളരെ ഉപകാരം നൽകുന്ന ഒരു ബ്രാൻഡ് മെർസിഡീസ് ആയതുകൊണ്ട് ഇതിൽ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്കറിയാം 8 എയർ ബാഗ്സും ആക്റ്റീവായിട്ടും പാസീവായിട്ടുള്ള സേഫ്റ്റി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ, കമ്മിങ് ബാക്ക് അഗെയിൻ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കംഫർട്ട് മോഡിൽ നല്ല സോഫ്റ്റാണ്. എന്നാൽ നമ്മളത് ഇവിടുന്ന് സ്പോർട്ടിലേക്ക് മാറ്റുമ്പോൾ തന്നെ സ്റ്റിയറിംഗിൻ്റെ ഫീല് മാറി, ശരിക്കും ഹാർഡായി. ഞാൻ സ്പോർട്ട് പ്ലസ് മോഡിലുള്ള അപ്പോൾ കിട്ടുന്ന മറ്റൊരു ഫീല് സൗണ്ട് തന്നെയാണ്. അപ്പം നിർത്തിയിട്ട് റവ് ചെയ്യുമ്പോഴുള്ള ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ സോഫ്റ്റ് ലിമിറ്റേഴ്സ് ഉണ്ട്. 4500 ഉള്ളിൽ കട്ട് ഓഫ് പോകും. അപ്പോൾ നമുക്ക് ഒരു എക്സോസ്റ്റിൻ്റെ മാക്സിമം പീക്കിലേക്ക് എത്തില്ല. അതുകൊണ്ട് ഞാൻ പവർഫുൾ ഫീൽ കിട്ടുന്നില്ല. ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ ഒന്ന് കുറച്ചുകൂടെ നമുക്ക് ഹൈ റൈവിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു ബാക്ക് ഫയറും പൊട്ടിത്തെറിയും, പിന്നെ അത് ആക്സിലേറ്റർ ലീവ് ചെയ്യുമ്പോഴുള്ള ബാക്ക് ഫയറിൻ്റെ ആ ഒരു ഫീലെല്ലാം തന്നെ ബ്ലാസ്റ്റിലും അടിപൊളി ഫീലാണ് കിട്ടുന്നത്. അത് കുറച്ച് ഇവിടെ സ്പീക്കറിലൂടെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുറത്തുള്ളതിനേക്കാളും ഉള്ളിൽ നിന്ന് ശരിക്കും നമുക്ക് എക്സോസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബേസിക്കലി നിങ്ങൾ പണം ചിലവാക്കിയിട്ട് വണ്ടി വാങ്ങുമ്പോൾ മറ്റുള്ളവർക്കാടെ നിങ്ങളത് ആസ്വദിക്കണം എന്നുള്ളതാണ് AMGയുടെ ഫിലോസഫി എന്ന് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു 4 സിലിണ്ടർ അല്ലെങ്കിൽ ചെറിയ എൻജിൻസിൽ അത് എങ്ങനെയായാലും നമുക്ക് ഈ ബമസിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൽ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പം ഉള്ള ട്രാഫിക്കിന് കാരണം വീണ്ടും കംഫർട്ട് മോഡിലേക്ക് തന്നെ മാറാടും. ഈസിലി സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് മറ്റൊരു എലമെൻറ്റ്. പിന്നെ ഉള്ളൊരു കാര്യം സീറ്റാണ്. സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, AMG സീറ്റാണ്. സൈഡ് ബോൾസ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ നല്ല സപ്പോർട്ടീവാണ്. സീറ്റിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മെർസിഡീസിൻ്റെ ആപ്പിലൂടെ നമ്മുടെ ഹൈറ്റും വെയിറ്റും സേവ് ചെയ്താണെങ്കിൽ നമ്മുടെ മാപ്പ് കണക്ട് ചെയ്താൽ നമ്മുടെ ആ ഒരു സൈസ് ഉള്ള രീതിയിൽ ഒപ്റ്റിമം ആയിട്ട് മെർസിഡീസ് ആ ഒരു സീറ്റ് കോൺഫിഗർ ചെയ്ത് തരും. ഞാനെല്ലാം നമുക്ക് പേഴ്സണലിയും സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, അതല്ലാതെ നമ്മൾ ഇൻഡിവിജ്വലി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ സമയം എടുത്തിട്ടായിരിക്കും നമ്മൾ കറക്റ്റ് ചെയ്ത് വരുന്നുണ്ടാവും. നമ്മൾ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത്, പക്ഷെ കറക്റ്റ് പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഫീലുണ്ട്. അതൊരു അടിപൊളി. അതായി കിട്ടുന്നവരെ കുറച്ച് നമ്മൾ കളിക്കേണ്ടി വരും. കാരണം ഇത് വളരെ സെൻസിറ്റീവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ തന്നെ ചിലപ്പോൾ താവും, കുറച്ച് പൊങ്ങും. പക്ഷെ നമ്മളൊരു ആക്യുറേറ്റ് പൊസിഷനിൽ എത്തുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. അത് കറക്റ്റ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരിക്കും ഒരു വളരെ കോൺഫിഡൻസ് ആണ് വണ്ടി ഓടിക്കുമ്പോൾ. അതിന് പറ്റുന്ന സപ്പോർട്ടും കാര്യമെല്ലാം സീറ്റിനുണ്ട്. നല്ലൊരു സോഫ്റ്റ് ഫീലാണ് ആൽക്കണ്ടർ ആയതുകൊണ്ട്. ഡ്രോബാക്ക് ഞാൻ പറഞ്ഞ പോലെ സീറ്റ് കൂളിംഗ് ഇല്ല എന്നുള്ള, പ്രത്യേകിച്ച് ഇന്നത്തെ പോലത്തെ ഒരു ചൂടുള്ള ദിവസമാകുമ്പോൾ സീറ്റ് കൂളിംഗ് ഇല്ലെങ്കിൽ തീർന്നു. സീറ്റ് ഹീറ്റിങ് നമുക്ക് ഒരു ആവശ്യമില്ല, നമ്മൾ തണുപ്പുള്ള രാജ്യത്തല്ല. പിന്നെ ഉള്ളത് സൺറൂഫിൻ്റെ താഴെ വന്നിരിക്കുന്ന ആ ഒരു തിന്നായിട്ട് നിൽക്കുന്ന ക്ലോത്ത് ഫാബ്രിക്കാണ്. അത് അഗെയിൻ ലൈക്ക് നല്ല ചൂടത്ത് കുറച്ച് ചൂടും കൊണ്ട് വരുന്നുണ്ട്. പ്രീമിയം മോഡലിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. പക്ഷെ ചെറിയ മോഡലിൽ ലൈറ്റ് മെറ്റീരിയലാണ്, ആ ഒരു ഡ്രോബാക്ക് ഉണ്ട്. പക്ഷെ AC ഈസ് ഗുഡ്, നല്ല എഫിഷ്യൻറ്റ് AC ആണ്. റിയറിലേക്ക് ആണെങ്കിലും ഫ്രണ്ട് എന്നുള്ള ഫ്ലോ ശരിക്കും കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു കംഫർട്ട് മോഡിൽ ഓടിക്കുമ്പോഴും ആ ഒരു AMG ക്യാരക്ടർ എൻജിനുണ്ട്. നമുക്ക് എക്സോസ്റ്റ് ഇവിടെ ആണെങ്കിൽ എക്സോസ്റ്റ് ഓണാക്കി വെക്കാം. അപ്പോൾ കിട്ടുന്ന ഫീലാണ് തന്നെ AMG ഫീലാണ്. പക്ഷെ നമുക്ക് ഒരു ഗുണം തന്നെ മൈലേജിലൊരു എൻഹാൻസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെറും കംഫർട്ടിൽ ഓടിക്കുമ്പോൾ നമുക്ക് ഏകദേശം 8.5 വല്ല മൈലേജ് കിട്ടി. സ്പോർട്ടിൽ പുഷ് ചെയ്യുമ്പോൾ എന്തായാലും കുറയും ചെയ്യുന്നുണ്ട്, ഒരു 4-ലേക്കെല്ലായിട്ട് കുറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അവസരം കിട്ടിയ പെട്ടെന്ന് തന്നെ സ്പോർട്ടിലേക്കോ സ്പോർട്ട് പ്ലസിലേക്കോ ഇട്ടോ ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, വിച്ച് ഈസ് ആൻ അമേസിങ് തിങ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് AMG ഈസ് നോൺ ഫോർ. അപ്പം നമ്മളിതപ്പം ഇടുന്നു കയറി ഹൈവേയിലേക്ക് ഹിറ്റ് ചെയ്തു.
ഇത് തന്നെയാണ് AMG കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് പ്യുവർലി ഡെലിവേർഡ് ഹിയർ, നോ ഡൗട്ട് അറ്റ് ഓൾ. ഇറ്റ്സ് എ പ്യുവർ AMG. I really love it. ഈ പെർഫോമൻസിലുണ്ടെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിതിൽ വന്നിരിക്കുന്ന 4 സിലിണ്ടർ എഞ്ചിനായത് കുറച്ചൊരു ലൈറ്റർ ആക്കിയ ഫീൽ. ലൈറ്റാണ് ബെറ്റർ എപ്പോഴും, പക്ഷേ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം കംഫർട്ട് മോഡിലെല്ലാം ഫ്രണ്ട് ഒരു ലൈറ്റായ ഒരു ഫീൽ ഉണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി കോമ്പൻസേറ്റഡ് വെൻ യു ആർ പുട്ടിങ് ഇൻ ടു സ്പോർട്ട് ആൻഡ് സ്പോർട്ട്ലെസ്, ബട്ട് നമ്മൾ എപ്പോഴും കംഫർട്ടിലായിരിക്കും മിക്കവാറും ഓടിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഒരു ലൈറ്റ് ഫ്രണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ചിലർക്ക് അത് യൂസ്ഡ് ആയിട്ട് വരേണ്ടി വരും. നമ്മൾ പ്രത്യേകിച്ച് കുറച്ചുകൂടി ഹെവി ഫ്രണ്ട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്ക് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ലൈറ്റ്നെസ് ഫ്രണ്ടിൽ നമുക്ക് എന്തായാലും ഫീൽ ചെയ്യുന്നു. സോ ഈ സ്പോർട്ട് പ്ലസ് മോഡൽ നിങ്ങൾ കണ്ടല്ലോ, നമുക്ക് ശരിക്കും പൊളിച്ചോടിക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളപ്പം പവേഴ്സും ഫുള്ളും അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 421 HP ആണ് മാക്സിമം പവറുള്ള, 500 Nm ടോർക്ക് ഉണ്ട്, 9 സ്പീഡ് MCT ഗിയർ ബോക്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. AMG ട്യൂൺഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ്. മൾട്ടി ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് MCTൻ്റെ ഫുൾ ഫോം വരുന്നത്. ഡബിൾ ക്ലച്ചിൻ്റെ വേറൊരു ഫോമിലാണ് അതുള്ളത്. അപ്പോൾ ആ ഒരു ഗിയർ ബോക്സിൻ്റെ പെർഫോമൻസ് ആണ് ക്വിക്ക് ഷിഫ്റ്റിംഗ് ആണ്. ഡൗൺ ഷിഫ്റ്റ് ആണെങ്കിലും അപ്പ് ഷിഫ്റ്റ് ആണെങ്കിലും അതിനെ ക്വിക്കായിട്ട് നടക്കും. അത് വലിയൊരു എലമെൻ്റ് ആണ്. അപ്പം വീണ്ടും കുറച്ച് ട്രാഫിക്കുള്ള ഭാഗമുണ്ട്, സിവിലൈസ്ഡ് ആയിട്ട് കംഫർട്ട് മോഡിൽ തന്നെ പോവാണ്. അപ്പോൾ ഈ ഒരു ഗിയർ ബോക്സിൻ്റെ കൂടെ ഫോമാറ്റിക് ഫോൾഡർ സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ തുടക്കത്തിൽ ഓർക്കുന്ന സ്പോർട്സ് കാർ എന്ന് ഞാൻ വേണമെങ്കിൽ വിളിക്കും എന്ന് പറഞ്ഞു. അത് വിളിക്കാതിരിക്കാൻ കാരണം ഒരു കാറിൻ്റെ ഫോർമാറ്റ് പൊതുവേ തന്നെ കാർ എന്നാണ് വിളിക്കാതെ. ഒരു പ്രോപ്പർ ചങ്കി SUV അല്ലെങ്കിൽ ഇറ്റ്സ് അഗെയിൻ കൈൻഡ് ഓഫ് ക്രോസ് ഓവർ. പിന്നെ അതിനൊരു കൂപ്പ് എലമെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു SUV ആയിട്ടാണ് ആൾക്കാർ കണക്കിലെടുക്കുന്നത്. എന്നിട്ട് ഒരു കാർ അല്ലെങ്കിൽ ബൈക്ക് എന്ന് പറഞ്ഞ് ജനറലി പറഞ്ഞു പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി പ്രാക്ടിക്കൽ AMG കാർ എന്ന് പറയും. ഒന്നാമത് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടിക്കലാണ്. ഇരിക്കുമ്പോൾ തന്നെ ടു ലോ അല്ല. ടു ലോ ഐ ലൈക്ക് ഇറ്റ്, ബട്ട് നോട്ട് എവറിബഡി. പിന്നെ നമുക്ക് ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പോലെ ഇടയ്ക്ക് കുറച്ചൊരു ഓഫ് റോഡ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് 20 ഇഞ്ച് വീലാണെങ്കിൽ ചെയ്താൽ മതി. 21 ആണെങ്കിൽ ഐ വോണ്ട് റെക്കമെൻഡ്. അതുകൊണ്ട് തന്നെ ഒരു 5-6 ദിവസം വണ്ടി ഉണ്ടായിട്ട് ഞാൻ ഓഫ് റോഡൊന്നും എടുത്തിട്ടില്ല. കാരണം ഈ ഒരു ടയറിൻ്റെ കാര്യത്തിൽ ഞാൻ ഹൈലി കോഷ്യസ് ആണ്. ഒരുപാട് നമുക്ക് അനുഭവങ്ങളുണ്ട്. ടയർ അധികം ഓഫ് റോഡ് കാര്യത്തിനൊന്നും ഈ ഒരു സൈസിൽ പറ്റില്ല. 20 ഇഞ്ചിലാണെങ്കിൽ അത്യാവശ്യം ഡീസൻറ്റ് ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ ഫോമാറ്റിക് എലമെൻ്റ് ഉള്ളതിൽ അത്യാവശ്യം ഓഫ് റോഡെല്ലാം ചെയ്യാം. ഓഫ് റോഡ് മോഡ് ഉണ്ട്, നമുക്കറിയാം. ഓഫ് റോഡ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ക്യാമറയിൽ മിറർ ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ എക്സ്ട്രീം ഓഫ് റോഡിങ് ചെയ്യേണ്ട വരില്ല എന്നാണ് എനിക്ക് തോന്നാറ്. അതിനുള്ള വണ്ടി ഇതല്ല. ഇനി ഫോമാറ്റിക്കിന് മറ്റൊരു ക്യാരക്ടർ പറഞ്ഞാൽ ഇതിന് AMG ട്യൂൺഡ് ആയിട്ടുള്ളതുകൊണ്ട് നല്ല ഡൈനാമിക്സ് ഗുണം ചെയ്യുന്നു. നമുക്ക് എത്ര പുഷ് ചെയ്താലും 4 വീലിനും ഗ്രിപ്പ് കിട്ടുന്നതിൻ്റെ ഒരു ഗുണമുണ്ട്. ഇറ്റ്സ് എ ഫുൾ ടൈം ഫോർ വീൽ ഡ്രൈവ്. സോ ഫോമാറ്റിക്സ് വെരി എഫക്റ്റീവ്. ആ ഒരു എലമെൻ്റാണ് നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക. പ്രത്യേകിച്ച് നമ്മൾ സ്പോർട്ട് പ്ലസ് മോഡിലൊക്കെ ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ റേസ് മോഡ് ഇടുമ്പോൾ അത് പാർട്ടിന് കട്ട് ഓഫ് ആവുന്നുണ്ട്. കുറച്ചുകൂടി റിയർ ബയസ്ഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു ഡ്രിഫ്റ്റെല്ലാം ചെയ്യാൻ പറ്റും. വിച്ച് അഗെയിൻ നമുക്ക് ഇവിടെ ഒരു സാഹചര്യം കിട്ടുന്നില്ല. എല്ലാ റോഡ്സ് ചെയ്യുന്ന ശരിയല്ല. അതെല്ലാം നമുക്ക് അങ്ങനത്തെ ഒരു നല്ലൊരു ഡ്രിഫ്റ്റിംഗ് പ്ലേസ് ഇല്ല, ഗ്രൗണ്ട് ആയിട്ടില്ല. ഇപ്പം ഈ ഒരു വീട് വെച്ചിട്ടൊക്കെ നമുക്കൊരു ചരലോ മണ്ണിലോ ഓഫ് റോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ അല്ല, സേഫും അല്ല. ഒരു കാര്യം കൂടെ പറയും, ഈ ഒരു വണ്ടി നമ്മുടെ അടുത്ത് ഒരു ആഴ്ച ഉണ്ടെങ്കിലും കുറച്ച് ദിവസം കൊണ്ട് നാട്ടിലുണ്ടാവും, മറ്റുള്ള മീഡിയയൊക്കെ എല്ലാം പോകാനുള്ള. അപ്പോൾ നമ്മളൊരു പുറത്തേക്കേട് കളിച്ച് ഒരു ടയർ പൊട്ടി കഴിഞ്ഞാൽ അത് ബ്ലോക്കാവും വണ്ടി. പിന്നെ കുറേ ദിവസത്തേക്ക് ടയറിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പം ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് ആയിരിക്കും കേരളത്തിൽ അയച്ചിട്ടുണ്ടാവുക. ബാക്കിയുള്ളവർക്ക് വണ്ടി കിട്ടാതെ വിച്ച് ഐ ഡോണ്ട് ലൈക്ക്. നമുക്ക് എല്ലാവർക്കും വണ്ടി എൻജോയ് ചെയ്യാനുള്ള തരവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ സാഹചര്യത്തിൽ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്വന്തമായിട്ട് എടുക്കും, നമ്മൾ ഡിസ്പോസൽ വണ്ടി ഉണ്ടാവുക. അപ്പോൾ അതിന് പറ്റുന്ന ഒരു പ്രാക്ടിക്കലായിട്ട് പറ്റുന്ന ഒരു AMG ആണെന്നുള്ളതാണ് GLCയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഒരു കൂപ്പേ ഫോർമാറ്റ് വലിയൊരു സ്റ്റൈൽ എലമെൻ്റ് ആണ്. എനിക്കും ഈ പറഞ്ഞ കൂപ്പേ ഫോർമാറ്റ് ഇഷ്ടമാണ്. പ്രൊവൈഡഡ് നമുക്കുള്ള യൂസ്, നമുക്ക് മുതിർന്ന ആൾക്കാരെല്ലാം ബാക്കിലിരിക്കേണ്ടതെന്നുള്ളത് കുഴപ്പമൊന്നുമില്ല. ഞാൻ കാണിച്ചിട്ട് കംഫർട്ട്. പക്ഷേ നമുക്ക് കുറച്ചുകൂടി കുട്ടികളൊക്കെ ആയിരിക്കും പ്രിഫർ ചെയ്യുക. അപ്പോൾ ഫാമിലി വാൻ അല്ലാണ്ട് കുട്ടികളാണ് ബാക്കിലെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ബട്ട് എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞാൽ വലിയ കുട്ടികളാണ്. അപ്പോൾ അവർക്കും കംഫർട്ടബിളി യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏതായാലും ലോങ്ങിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രോപ്പർ SUV ആയിരിക്കും അതൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ GLC 43 എന്നുള്ള നോർമൽ SUV-ന് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ വന്നിട്ടില്ല. ഇന്ത്യയിൽ സ്ട്രാറ്റജിക്കലി അവർ ആക്ച്വലി കൂപ്പേക്കാണ് ആ ഒരു 43 AMG കൊണ്ടുവന്നുണ്ട്. എഗെയിൻ അതൊരു മാർക്കറ്റിങ്ങും മാർക്കറ്റ് ഡിമാൻഡും അനുസരിച്ചിട്ട് അങ്ങനെ ചൂസ് ചെയ്തിട്ടുണ്ടാവും.
ഇതിപ്പോൾ വില വരുന്ന 1.1 crore എക്സ്-ഷോറൂം പ്രൈസ്. നമുക്കറിയാം ഇപ്പോൾ ഓരോ പ്രൈസ് കയറിയെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു ടാക്സ് കൂടെ കൂടുമ്പോഴേക്ക് ഒരു 1.5 കോടി രൂപയുള്ള വണ്ടിയാണിത്. ആൻഡ് 1.5 കോടിക്ക് നമുക്ക് വേറെ പല ഓപ്ഷൻസ് തന്നെ ഉണ്ട്. അത് ചിലപ്പം ഓരോരുത്തർ ക്യാരക്ടർ അനുസരിച്ച് മാറാം. സിഡാൻ ഫോമിലുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ 1.5 കോടിക്ക് ഒരു സ്പോർട്സ് കാർ പുതിയതൊന്നും എന്തായാലും നല്ല കോൺഫിഗർ ചെയ്തിട്ട് കിട്ടില്ല, പക്ഷേ യൂസ്ഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പ്രോപ്പർ SUV, വലിയ ഫുൾ സൈസ് SUV ആണ് കിട്ടും, സിഡാൻ കിട്ടും, S-Class തന്നെ കിട്ടും, എല്ലാം കിട്ടും. പക്ഷേ എന്നാൽ നമ്മൾ ആക്ച്വലി ഒരു GLC 43 വാങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ADAS ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അത് നമുക്ക് അറിയാവുന്നതാണ്. വർക്കിൽ ഇപ്പോൾ എല്ലാ ADAS ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഈ മോഡലിൽ ഡീഫോൾട്ടായിട്ട് ADAS ഓഫ് ചെയ്യുന്ന ഓപ്ഷനില്ല, പക്ഷേ ഇന്ത്യയിൽ വന്ന GLC മുതലേ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ശേഷം വന്ന എല്ലാ മോഡലിലും ഡീഫോൾട്ടായിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതായത് നമ്മളിപ്പം ADAS ഓഫ് ചെയ്തിട്ട് വണ്ടി സ്വിച്ച് ഓഫ് ചെയ്ത് പിന്നെ ഓണാക്കുമ്പോൾ അത് സ്വിച്ച് ഓഫ് പൊസിഷനിലുണ്ടാവും. ഇന്ന് ഇതിലെന്താന്ന് പറഞ്ഞാൽ അത് ഡീഫോൾട്ടായിട്ട് ഓണാവും. യൂറോപ്യൻ സ്റ്റാൻഡേർഡ് വെച്ച് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഈ ഒരു കാർ വാങ്ങുന്ന ഒരാളുണ്ടെങ്കിൽ 1.5 crore വണ്ടി വാങ്ങുന്നുണ്ടെങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അയാൾ യങ് ആവും മിക്കവാറും. എനിക്ക് വലിയ വണ്ടി ഇല്ല, ആവശ്യം എനിക്ക് ഹാൻഡി ആയിട്ട് അത്യാവശ്യം ഓടിക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കലായിട്ടൊരു AMG. അതാണ് ആക്ച്വലി GLC 43 കൊണ്ട് മീൻ ചെയ്യുന്നത്. ആൻഡ് ഇൻ ദാറ്റ് റെസ്പെക്ട് GLC 43 ഈസ് വേ മോർ പ്രാക്ടിക്കൽ ദാൻ C43 എന്തായാലും. പക്ഷേ C43ക്ക് അതിൻ്റെ ചാപുണ്ട്. ഇങ്ങനെ ഒരു സിഡാൻ ലവേഴ്സ് ആണെങ്കിൽ അത് ഒരു ആക്ടിങ് ഓൺ ചെയ്യുന്ന വണ്ടി തന്നെയാണ്. സോൾ ബിറ്റ്വീൻ ദ കസ്റ്റമർ ആൻഡ് ദ കാർ നമുക്ക് റിവ്യൂ തരാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ചോയ്സും നിങ്ങളുടെ പേർപ്പസും നിങ്ങളുടെ ഒരു പാഷനനുസരിച്ചിരിക്കും. അപ്പോൾ അത് നിങ്ങളതനുസരിച്ച് ചൂസ് ചെയ്യണം. അതാണ് ഏറ്റവും വേണ്ട കാര്യം. എനിവേ, എനിക്ക് ശരിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ GLC 43 നല്ലോണം എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനും സാധിച്ചിട്ടുണ്ട്. താങ്ക്സ് മെർസിഡീസ് ഇന്ത്യ ഓൺ ഗെറ്റിംഗ് ദിസ് കാർ. എന്തായാലും നിങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ AMG GLC 43 എൻജോയ് ചെയ്തെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിലൂടെ പറയാം. ഈ ഒരു സെഗ്മെൻറ്റിൽ മെർസിഡീസ് AMG GLC 43 മെയിൻ കോമ്പറ്റീഷൻ നിൽക്കുന്ന ഇവരെ ആർച്ച് ഡ്രൈവറായിട്ടുള്ള BMW X4 ആണ്. അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള മോഡൽസും അവൈലബിൾ ആണ്. ഏതാണ് നിങ്ങളുടെ ചോയ്സ് എന്നുള്ളത് കമൻറ്റിൽ പറയാം. അതൊന്നല്ല നിങ്ങൾ ഈ സെഗ്മെൻ്റ് ആണോ അതല്ല വേറെ ഏത് സെഗ്മെൻ്റ് ആണോ നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളതുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. വീഡിയോകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വീണ്ടും വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. കാരണം ഇന്നത്തെ ഒരു AI വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ഡേറ്റ്സും പുതിയ വീഡിയോസും ഉണ്ട്. നമ്മളെന്തായാലും വീക്കിലി 2-3 വീഡിയോ എന്തായാലും ഇടുന്നുണ്ട്. പലപ്പോഴും ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ പുതിയ വീഡിയോ ഒന്നും ഇടാറില്ല. യെസ്, നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്സാക്കേണ്ട, നിങ്ങൾ തന്നെ ചെയ്യാം. അടുത്ത തവണ മറ്റൊരു പുതിയ വണ്ടിയായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ്.